ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ എടുത്ത വീഡിയോ കേട്ടോ. ഇന്ന് ഞങ്ങൾ ആങ്ങളയുടെ വീട് വരെ ഒന്ന് പോവുകയാണ്. കാരണം ഇന്ന് ആങ്ങളെയും പിള്ളേരും വൈഫും കൂടി തിരിച്ച് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അവരുടെ ലീവൊക്കെ കഴിഞ്ഞു. ഒരു മാസമായി നാട്ടിൽ വന്നിട്ട്, പെട്ടെന്ന് പോയി ഒരു മാസം. കുറച്ച് സാധനങ്ങൾ ഞാൻ വീട്ടിലുണ്ട്, കുറേ സാധനങ്ങൾ അമ്മ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി കുറേ സാധനങ്ങൾ ഞാൻ എൻ്റെ ഷോപ്പിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പോകാനുള്ള തിരക്കിലാണ്. അപ്പം ഇന്ന് ഷോപ്പ് തുറന്നില്ല. ആങ്ങളെ എടുത്ത് പോകാം എന്ന് ഓർത്തു. ഇനിയിപ്പോൾ അടുത്ത കൊല്ലമല്ലേ ഇവരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പം അമ്മയും ഞാനും മാമനും കൂടെ പോകും. അച്ഛൻ വരുന്നില്ല, അത്ര സങ്കടമാവും. വരുമ്പോൾ കാണുമ്പോൾ ഒരു ഇനി പോവല്ലേ, അപ്പം വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഒരു ഓട്ടോയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ. എൻ്റെ കടയിൽ നിന്ന് കുറേ എടുക്കണം, ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല നനഞ്ഞിരിക്കുന്ന മുടിയാണ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ചെയ്യാലും നിർത്തുകൊണ്ട് തുടങ്ങി സ്റ്റാർട്ടിങ് ആക്കി. അത് വെറും കോപ്രായം അത്രേ ഉള്ളൂ, വെറും വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകത്തുള്ളൂ. ഒന്നും പോകുന്നില്ല. അകപ്പാടെ പോകുന്ന കട, വീട് കട, ഇത് പിന്നെ അമ്പലം, അല്ലാണ്ട് വേറെ നമ്മളെങ്ങും പോകുന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതൊക്കെ വല്ലപ്പോഴും മാത്രമാണ്. അത് മാക്സിമം നമ്മളൊന്ന് ഹാപ്പി ആവാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം മുടി കണക്ക് ഇത്തിരി നീണ്ടു പോയോ എന്നൊരു സംശയമല്ലേ. ഞാനത് ഓർത്തില്ല, അങ്ങനങ്ങ് എടുത്തെടുത്തങ്ങ് പോയി. പിന്നെ മഴയുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നല്ല അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ തോർന്നു. അപ്പോൾ പിന്നെ എൻ്റെ മുടിക്ക് നല്ല പൊഴിയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു റോസ്മരി വാട്ടർ മേടിച്ചു, ഒന്ന് യൂസ് ചെയ്യാമല്ലോ എന്നൊരു കുറച്ച് ദിവസമായിട്ടോ റോസ്മരി വാട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം മുടി അത്യാവശ്യം നന്നായിട്ട് പൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ കെയർ ഒന്നും ചെയ്തില്ല, അതാ പറ്റിപ്പോയെ. ആഫ്റ്റർ കെയർ ചെയ്തെങ്കിൽ മുടി നല്ല രീതിയിൽ ഇരിക്കുകയുള്ളൂ. സ്ട്രെയിറ്റ് ചെയ്തിങ്ങനെ പോകുന്നു. സ്പാ ചെയ്യാൻ ചെല്ലണമെന്നാണ് ചേച്ചി പറഞ്ഞായിരുന്നു. അപ്പം പോകാൻ പറ്റില്ല. പോകാൻ പറ്റാത്ത വേറൊന്നും കൊണ്ടല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് പോകാതിരുന്നത്. എല്ലാത്തിനും പൈസ വേണ്ടേ. അപ്പം നല്ലൊരു കമ്മലൊക്കെ എടുത്തിട്ട് പിന്നെ മൂക്കൂത്തിയൊക്കെ ഇടേണ്ടതെന്നൊന്ന് സെർച്ച് ചെയ്തു. ഒരു സ്പ്രേ ഒക്കെ അടിച്ച് പോകുമ്പം അതിൻ്റെ ഗുമ്മ് കാണിക്കണമല്ലോ. ഒരു ഫോറിക്കാരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം സ്പ്രേ ഒക്കെ അടിച്ചത് അച്ഛൻ്റെ സ്പ്രേ ആട്ടോ. അച്ഛൻ അവൻ കൊണ്ട് കൊടുത്ത സ്പ്രേ ആണത്. ഞാൻ അച്ഛനും കൂടെ യൂസ് ചെയ്യുന്നത്. ചെയ്തെടുത്തിട്ട് ഞാൻ അവിടെ തന്നെ തിരിച്ചു കൊണ്ട് വെക്കും, അച്ഛന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അച്ഛൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. കാരണം എന്തോ അത് ചെയ്യുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളൊരു ധൈര്യമൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛനും അമ്മയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വല്ലാത്തൊരു ധൈര്യം തരുന്ന രണ്ടുപേരാണല്ലോ. അപ്പം അച്ഛൻ ഉപയോഗിച്ചിട്ട് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ചാടിപ്പോയി എടുക്കുമ്പോൾ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ കയറി വരാറുണ്ട്. പിന്നെ എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം പോകാനുള്ളൊരു ചെറിയ ഒരുക്കം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. കമ്മലിടുക, വാച്ച് കെട്ടുക, ഒരു വളയിടുക, തലയൊന്ന് മസാജ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി മുഖത്തൊക്കെ ഏകദേശം എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ സൺസ്ക്രീൻ പുരട്ടുക, ക്രീം പുരട്ടുക, ലിപ്സ്റ്റിക്ക് ഇടുക, കണ്ണെഴുതുക, ഇതൊക്കെ എൻ്റെ സ്ഥിരം ഡ്യൂട്ടിയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന റുട്ടീനാണ് ഇതെല്ലാം. അപ്പം നമ്മൾ റോസ്മരി വാട്ടർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം തലയൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്യണമല്ലോ. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് മസാജ് ചെയ്ത് കാണിച്ചെന്നുള്ളൂ. ബാക്കി മാറി നിന്നിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പൂവ് ഞാൻ കഴിഞ്ഞ ദിവസം കുറുപ്പന്തറയിൽ നിന്ന് ഞാൻ മേടിച്ച ചെടിയാണ് കേട്ടോ. ഒരു അമ്മയും മോനും കൂടെ അവിടെ വിൽക്കുന്നത് കണ്ടപ്പോൾ, പക്ഷേ സത്യം പറഞ്ഞ് എൻ്റെ പൈസയൊന്നുമില്ലായിരുന്നു. എൻ്റെ കൂടെ വരുന്നൊരു ചേച്ചിയായിരുന്നു എന്നോട് ചോദിച്ചാൽ മേമോളെ ചെടി മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ എമൗണ്ട് ഇല്ല ചേച്ചി, അച്ഛന് മരുന്നൊക്കെ മേടിക്കുന്നതുകൊണ്ട് ക്യാഷൊന്നും നോക്കണില്ല. ഭക്ഷണമൊക്കെ അച്ഛൻ ആയുർവേദ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തോട്ട് നീ മേടിച്ചു, പൈസ നീ ഇതിന് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ച ചെടി കേട്ടോ അത്. അപ്പം മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു, ഒത്തിരി ഇല്ല എങ്കിലും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ മുറ്റത്ത് അങ്ങനെ തെന്നിങ്ങനെ ഈ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ഈ മഴ പെയ്യുമ്പം പായൽ വരും. അച്ഛനത് നടക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ അമ്മേനോട് ചോദിച്ചു, വേണ്ട നമുക്ക് അവിടെ മാത്രമായിട്ടൊന്ന് ഷീറ്റ് ഇട്ടാലോ, അച്ഛൻ തെന്നി വീഴുമോ എന്നൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കുക അമ്മ, എത്ര രൂപയാവും, നാളെ വിളിച്ചൊന്ന് ചോദിക്കും. ഒത്തിരി ആവുമെന്ന് നടക്കുകയല്ല, എൻ്റെ കയ്യിൽ എമൗണ്ടൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പെണ്ണെ ഒന്ന് നോക്ക് പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ പായൽ പിടിച്ചിട്ടുണ്ട് കറയിലൊക്കെ. അപ്പം മഴ പെയ്തുകൊണ്ടാണ് അങ്ങനെ. ഇത് നമ്മുടെ ജൂലി കേട്ടോ. അവനെ അമ്മ ഇങ്ങോട്ട് മാറ്റിയതാണ്, ഞങ്ങൾ പോവില്ലേ, അപ്പോൾ ഫ്രണ്ടിൽ കിടന്നോട്ടെന്നും പറഞ്ഞ് അവനെ ഇവിടെ കൊണ്ട് ഇട്ടതാണ്. അതാണ് കൊണ്ട് ഇട്ടതിൻ്റെ സങ്കടത്തിൽ കിടക്കണയാൾ. ഇത് ആങ്ങളയ്ക്ക്
അമ്മ ഏതാണ്ടല്ല ഇത് മാത്രമല്ല വേറെ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ മേടിച്ച് വെച്ചിട്ട്. ഇതാണ് എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും. ഇതാണ് എൻ്റെ ആങ്ങളെയും നാത്തൂനും. ഇത് ഞാൻ എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച ഒരു പാവക്കുട്ടി കേട്ടോ. എൻ്റെ ഗണപതിയും കൃഷ്ണനുമാണ്. പിന്നെ ഞാൻ അമ്മ കുളിച്ചോ? മാമ കുളിക്കുന്നുണ്ടോ? ശരിക്കും ഞാൻ ഫ്രിഡ്ജ് തുറന്ന് ഒരു മിഠായി എടുക്കാനായിട്ട് വന്നതാണ്. ഒരു മിഠായി തിന്നണമെന്ന് പെട്ടെന്നൊരു മോഹം തോന്നി. ഫ്രിഡ്ജ് തുറന്നപ്പോൾ അവിടെ ചക്കപ്പഴം ഇരിക്കുന്നു. ചക്ക കണ്ടു കഴിഞ്ഞാൽ മലയാളികളാരും വിടത്തില്ലല്ലോ. അത് കാരണം ഞാൻ പെട്ടെന്ന് മിഠായി മാറ്റി ഒരു ചക്കച്ചോള എടുത്തു. പോകാനുള്ള ഒരുക്കമൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രണ്ടിൽ വന്നൊന്ന് എടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല, നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. കൊള്ളാമോ? അമ്മ വന്ന് വീണ്ടും ഏതാണ്ടൊക്കെ എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ വെച്ചതൊക്കെ അടിക്കുക എല്ലാ കൂട്ടം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണതാണ്. ഏതാണ്ട് ജാതിക്കയുണ്ട്, പിന്നെ ചെടി ഏതാണ്ടുണ്ട്, പിന്നെ പുളിയോ വളംപുളിയോ അങ്ങനെ എന്തോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷ വന്നു. മാമൻ ഓട്ടോയിലിട്ട് എടുത്ത് വെക്കാനായിട്ട് സാധനങ്ങളായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകും. ഞാൻ ശരിക്കും പറഞ്ഞ് പോകുന്ന വഴി എല്ലാം ഷൂട്ട് ചെയ്യണമെന്ന് ഓർത്തതാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേ ഞാൻ പോകുന്നത് ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയും വീടും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. കാരണം പിന്നെ അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം മൈൻഡ് അങ്ങ് കൈവിട്ട് പോയി. അത്രയും നേരം ഹാപ്പിയായിട്ട് ഇരുന്നാണ് പോകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അവർ പോകുന്നത് സങ്കടവും. പിന്നെ ഇത്ര നാൾ അവനുണ്ടായിരുന്നപ്പോഴത്തേക്കും കാര്യം എന്നാന്ന് പറഞ്ഞാൽ വിളിപ്പുറത്ത് ഓടി എത്തിയല്ലോ അവൻ്റെ വീട്ടിൽ നിന്ന്. ഇതിപ്പോൾ അവൻ്റെ എല്ലായിടത്തും കിടക്കണം. മാമന് നാളെ പോകും. അപ്പം ഞാൻ തന്നെ ഇനി എല്ലാ കാര്യവും ചെയ്യണം. അതൊക്കെ ഇരുന്നിട്ടില്ല. നല്ല രീതിയിൽ കെയർ ചെയ്യണം. നമ്മളിപ്പോൾ കെയർ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് കഴിഞ്ഞു പോകത്തില്ലല്ലോ. ചെറുപ്പത്തിൽ മാത്രമല്ല ഇത്രയും പ്രായമായിട്ട് എങ്ങനെ പോലും നോക്കുന്നുണ്ട്. ഞാൻ വിളിക്കുന്ന ഈശ്വരൻ എന്നോട് പോലും അതൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. അതുകൊണ്ടാട്ടോ കാലും കയ്യും അവരിവിടേക്കായിട്ട് പോയത്. ശരിക്കും പറഞ്ഞു ഇത് അമ്മ എടുത്തതെന്നല്ല, അമ്മയുടെ നിന്ന് എടുക്കാൻ പറ്റുന്ന കൊടുത്തതാണ്. എനിക്കൊരു മൂടില്ലായിരുന്നു. അമ്മ അതൊക്കെ കണ്ടു. ഞാനത് കളയാൻ നിന്നില്ല. കാരണം അമ്മ ആദ്യമായിട്ട് ചോദിച്ച് എടുത്ത് തന്നതാണ്. ഇതാണ് പുതുപ്പന്തറയിലെ റെയിൽവേ പാളം, റെയിൽവേ സ്റ്റേഷൻ. ഇത് ക്രോസ് ചെയ്ത് വേണം നമ്മളപ്പോഴത്തേക്ക് കിടക്കാനായിട്ട്. പുതുപ്പന്തറ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാട്ടോ. ഇത് പാസ് ചെയ്ത് പോയിട്ടുള്ളവർക്കാകുമ്പം അറിയാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ അവളുടെ വീടെത്തി കേട്ടോ. ഞാൻ പോകുന്ന വഴി ഒന്നും എടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു കാണുമായിരിക്കും, കണ്ടവരൊക്കെ കണ്ടു കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ബോറടിപ്പിക്കണില്ല എന്നോർത്ത് എടുക്കാതിരുന്നത്. ഇത് അവിടുത്തെ ചെടികളാട്ടോ. അവിടുത്തെ റോസ ഇഷ്ടം മാതിരി പൂക്കളുണ്ടായിരുന്നു. എണ്ണാൻ പറ്റാത്തത്രയും പൂക്കളായിരുന്നു റോസാപ്പൂവിൽ. ഞാൻ വന്നിറങ്ങിയപ്പോഴേ കണ്ടത് ഈ പൂക്കളാട്ടോ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും ഇതാണ്. ഞാൻ 2 പൂവ് എടുത്തിട്ട് തലയിൽ വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു പോകുന്നപ്പം വൈകുന്നേരമായി പോകുന്നപ്പം ഞങ്ങൾ ചെന്ന പാടെ അവളും അവനും കൂടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഉഴവൂർക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ അവളുടെ അമ്മയും ആങ്ങളുടെ കൊച്ചും ഞങ്ങളൊക്കെ മാത്രം ഉണ്ടാവും. 2ാമത്തെ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ടുള്ള കാരണം പിന്നെ എനിക്ക് എടുക്കാനൊരു മൂടൊന്നും വന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല മൈൻഡ് അങ്ങോട്ട് കട്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും ഒരു ചെടിപ്രാന്തിയാണ്, നല്ലൊരു ചെടിപ്രാന്തിയാണ്. അപ്പം ഞാൻ പോയി പൂവൊക്കെ പറിക്കണം കണ്ടപ്പം പുള്ളിക്കാരത്തിയും പോയതാണ്. എൻ്റെ ഞങ്ങളുടെ 2ാമത്തെ മോളാണ്. മാമനും അവളും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സീനാണ് ആ കാണുന്നത്. ഞങ്ങൾ വന്നപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. ഈ റോസയുടെ കമ്പൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്യുന്നത് റോസപ്പൂ കാണിച്ചിട്ടില്ലേ. എന്നാലും അമ്മ ഈ റോസക്കമ്പും കൂടെ ഒടിച്ചെടുത്തോണ്ടാട്ടോ പോകുന്നത്. അവളുടെ അമ്മ ശാന്താമ്മ റോസക്കമ്പൊക്കെ ഒട്ടിച്ചു കൊടുത്തു. റോസക്കമ്പ് മാത്രമല്ല അവിടെ നിൽക്കുന്ന കുറേ ചെടികളെല്ലാം പറിച്ചു കൊടുത്ത്. വൈകുന്നേരം പോകുന്നപ്പോൾ ഒരു ചക്ക, റോസക്കമ്പ്, ചെടിയുടെ കമ്പുകളെല്ലാം ആയിട്ട് അവിടെ നിന്ന് പോകുന്നത്. നീ പോയിട്ട് എന്നാ വരുന്നത്? എന്നാ പിന്നെ പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്നാ പോരെ? ഓഗസ്റ്റ് വരാനാണ്. ഇപ്പം 2 മാസം കൂടി ഉള്ളൂ ഓഗസ്റ്റ് ആവാനായിട്ട്. നിങ്ങൾ അടുത്ത കൊല്ലം പോയി കഴിയാൻ മമ്മീനെയൊക്കെ മറക്കുമോ? വിളിക്കുമോ?
ഓക്കെ, വൈഗ ചേച്ചിനെ ഓർക്കുമോ? എന്നെ നോക്കണേ. ഇങ്ങനെ കുഞ്ഞിപ്പെണ്ണൊക്കെ ഇന്ന് രാത്രിയോടുകൂടി കേരളം വിട്ട് ഒമാനിലേക്ക് യാത്രയാവുകയാണ്. 1 മാസം പെട്ടെന്ന് പോയി അല്ലേ? 1 മാസമായി വന്നിട്ട് അല്ലേ? അതേന്ന് പറയടി. ഓക്കെ ബൈ ബൈ ടാറ്റ.